മാർഗത്തിലൂടെ സമ്പാദന മാർഗങ്ങളുടെ ഐഡിയകൾ ആരാഞ്ഞു കൊടുക്കുന്നത് പെണ്ണാണ് പലപ്പോഴും. വർത്തമാന പെണ്ണ് വളരെ ദുഷിച്ചിരിക്കുന്നു, വർത്തമാനകാല പെണ്ണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നല്ലോണം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ പെണ്ണ് ദാതു ഹയാ ഇൻ ഗാബ അൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു വഇൻ ഹദറ അംസകത് ലിസാനഹാ അൻ. നാണമുള്ള പെണ്ണ്, അവൾക്കേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. പെണ്ണാണെങ്കിൽ കുറച്ചൊരു നാണം വേണം. ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ ഹഫിളത്ത് നഫ്സ, ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ ഹഫിളത്ത് നഫ്സഹാ വമാലഹു, അവളുടെ ശരീരം അവൾ സൂക്ഷിക്കും, അവന്റെ സ്വത്തും അവൾ സൂക്ഷിക്കും. ഇങ്ങനെയുള്ള ഒരു പെണ്ണ്. വൈൻ ഹലറ, ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിലോ, ഭർത്താവ് നാട്ടിലുണ്ട്, എന്നാൽ അംസകത്ത് ലിസാനഹാ അൻഹു, അവളുടെ നാവിനെ ഭർത്താവിനെ തൊട്ട് നിയന്ത്രിക്കും. ഭർത്താവിന് എപ്പോഴും ആ നാവ് ഭർത്താവിന് എപ്പോഴും ഒരു ശല്യമായി മാറൂല. അങ്ങനത്തെ പെണ്ണിനെ സ്വർഗത്തിൽ പോകാൻ കഴിയൂ. 3 പെണ്ണുങ്ങൾ കഴിഞ്ഞു. നാലാമത്തെ പെണ്ണ് റസൂലുള്ളാഹി പറഞ്ഞു ഇംറഅത്തുൻ. സുബ്ഹാനല്ലാഹ്, നാലാമത്തെ ഒരു പെണ്ണ്, സ്വർഗം കിട്ടുന്ന ഒരു പെണ്ണുണ്ട്. കുറെ ഉമ്മമാരുണ്ട് ഇത്തരത്തിലുള്ളവർ. നമ്മുടെയൊക്കെ ഉമ്മമാർ ഇത്തരത്തിലുള്ള ഉമ്മമാരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. ഇംറഅത്തുൻ മാത അൻഹാ സൗജുഹാ, ഒരു പെണ്ണ്, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. വലഹാ ഔലാദുൻ സിഗാർ, ഭർത്താവ് മരിച്ചു പോകുമ്പം പിറക്കമുറ്റാത്ത മക്കളാണുള്ളത്, ചെറിയ ചെറിയ മക്കളാണുള്ളത്. അത് കരുതിയിട്ട് ആ പെണ്ണ് ഫഹബസത്ത് നഫ്സഹാ അലാ ഔലാദിഹാ, അവളുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടി അവളുടെ ശരീരം അവൾ തടഞ്ഞു വച്ചു, മറ്റൊരു കല്യാണത്തിന് തയ്യാറായില്ല. വറബ്ബതുഹും, ആ മക്കളെ പരിപാലിക്കേണ്ട രൂപത്തിൽ അതാ വളരെ കഷ്ടപ്പെട്ട് ആ പെണ്ണ് വളർത്തിയെടുത്തു. വഅഹ്സനത് ഇലൈഹിം, അവർക്ക് വേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവരുടെ ഭക്ഷണകാര്യം ശ്രദ്ധിച്ചു, അവരുടെ വെള്ളം ശ്രദ്ധിച്ചു, അവരുടെ പഠനകാര്യം ശ്രദ്ധിച്ചു. വലം തതസവ്വജ്, വേറെ ഒരു കല്യാണത്തിന് തയ്യാറായില്ല. ഈ മക്കളെ പോറ്റുന്നതിൽ തന്നെയാണ് ശ്രദ്ധ. ഖശിയത അൻ യളിയൂ, ഈ മക്കള് വഴിയാധാരമായി പോകോ എന്ന് പേടിച്ചിട്ട്, ഈ മക്കളെ നോക്കാൻ വേറെ ഒരാളുണ്ടാകൂലേ എന്ന് പേടിച്ചിട്ട് ബാല്യം ബാക്കിയുണ്ടായിരുന്നു, യുവത്വം ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ടും ആ ഉമ്മ തൽക്കാലം കല്യാണം വേണ്ടെന്ന് വെച്ച് ആ മക്കളെ പോറ്റി വളർത്തിയാൽ ആ ഉമ്മക്ക് സ്വർഗത്തിൽ കടക്കാം. സുബ്ഹാനല്ലാഹ്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉമ്മമാർ അതിൽപ്പെട്ടവരാണ്. ചെറിയ മക്കൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ചവരാണ്. അല്ലാഹു അവർക്ക് സ്വർഗം നൽകുമാറാവട്ടെ. പഠിച്ചവനെ, നീ അവർക്ക് സ്വർഗം നൽകണം റഹ്മാനെ, നീ അവർക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ഒരുപാട് ഉമ്മമാരുണ്ട് അങ്ങനെ. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, റസൂലുള്ളാഹി പറഞ്ഞു 4 പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്. അതിൽപ്പെട്ട ഒരു പെണ്ണാണിത്. ഇനി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 4 പെണ്ണുങ്ങൾ നരകത്തിലാണ്. വഅമ്മൽ അർബഉൽ ലവാത്തി ഫിന്നാർ, 4 പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഏതാണ് ആ പെണ്ണ്? ഫംറഅത്തുൻ ബദീഅത്തുൽ ലിസാനി അലാ സൗജിഹാ, ഭർത്താവിൻ്റെ മേൽ നാക്ക് മോശമായ പെണ്ണ്. ഭർത്താവിനെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. കൊണ്ടുവരുന്നതൊന്നും പോരാ 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 എന്ന് പറയും. എപ്പോഴും ഭർത്താവ് നാട്ടിലുണ്ടോ അവളുടെ നാവ് അവന് ശല്യാണ്. ഭർത്താവ് നാട്ടിലില്ലേ അവളുടെ ശരീരത്തെ അവൾ കാത്തു സൂക്ഷിക്കില്ല. വസ്സാനിയ, രണ്ടാമത്തെ പെണ്ണ് ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്, വേറെ ഒരു പെണ്ണുണ്ട്, അവൾ ഭർത്താവിന് ആവതാകാത്ത കാര്യങ്ങളാ കൽപ്പിക്കുക. തൊട്ടടുത്ത അയൽക്കാരന് ശമ്പളം ഒരു പക്ഷേ 25,000 രൂപ മാസാന്തം ശമ്പളമുണ്ട്. ആ അയൽക്കാരൻ്റെ ഭാര്യയെപ്പോലെ പ്രൗഢിയിൽ നടക്കണമെന്ന് 50 or 100 രൂപ കഷ്ടിച്ചൊരു ദിവസം ഒപ്പിക്കുന്ന സാധാരണക്കാരൻ്റെ ഭാര്യ പറഞ്ഞാൽ വിഷമമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവൾ നരകത്തിലാണ്. ഭർത്താവിനോട് ആവതാവാത്തത് കൽപ്പിക്കരുത്. ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്. വസ്സാലിസ, മൂന്നാമത്തെ പെണ്ണ്, റസൂലുള്ളാഹി പറയുന്നു ഇംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ, അവളുടെ ശരീരം, അവളുടെ നാണം, അവളുടെ ശരീരം അന്യ പുരുഷന്മാരെ തൊട്ട് മറച്ചു വെക്കൂല. വതഖ്റുജു മിൻ ബൈതിഹാ മുതബർരിജതൻ, അണിഞ്ഞൊരുങ്ങി ചെത്തിപ്പൊളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പെണ്ണ്, അവളും നരകത്തിലാണ്. ആവശ്യമില്ലാതെ ഈ അങ്ങാടികളിൽ തെണ്ടി നടക്കുന്ന പെണ്ണുങ്ങൾ, ഇന്ന് ടൗണുകളിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പെണ്ണുങ്ങളാണ്. ടെക്സ്റ്റൈൽസുകളിൽ പെണ്ണുങ്ങളുടെ തിരക്കാണ്, ജ്വല്ലറികളിൽ പെണ്ണുങ്ങളുടെ തിരക്കാണ്. എല്ലായിടത്തും വെറുതെ ആവശ്യമില്ലാതെ ആട്ടിനെ വിട്ടതുപോലെ അങ്ങാടിയിൽ നടക്കുന്ന പെണ്ണുങ്ങള്.
ഇവർ അധിക പേരും നരകത്തിലാണെന്ന് നബി തങ്ങൾ പറയുന്ന ഇംറഅത്തുൻ, നാലാമത്തെ പെണ്ണ് കഴിഞ്ഞു. നാലാമത്തെ പെണ്ണ് നരകത്തിലുള്ള പെണ്ണ്. ഇംറഅത്തുൻ ലൈസ ലഹാ ഹമ്മുൻ, അവർക്കൊരു വിഷമവുമില്ല, അവൾക്കൊരു ജോലിയുമില്ല. ലൈസ ലഹാ ഹമ്മുൻ, അവൾക്കൊരു ജോലിയുമില്ല. ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗം, അവൾക്കാകുള്ള പണി തിന്നുക, കുടിക്കുക, ഉറങ്ങുക. ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗം, തിന്നുക, കുടിക്കുക, ഉറങ്ങുക എന്നല്ലാതെ മറ്റു വേലയൊന്നുമില്ല. വലൈസ ലഹാ റൗദത്തുൻ ഫിസ്സലാ, നിസ്കരിച്ചോളണം അവൾക്ക് താല്പര്യമില്ല. വലാ ഫീ ത്വാഅത്തില്ല, അല്ലാഹനെ അനുസരിച്ചോളണം എന്ന് താല്പര്യമില്ല. വലാ ത്വാഅത്തി റസൂലിഹി, റസൂലുള്ളാഹിനെ അനുസരിച്ചോളണം എന്ന് ആഗ്രഹമില്ല. വലാ ഫീ ത്വാഅത്തി സൗജിഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിൽ അവൾക്കൊരാഗ്രഹവുമില്ല. അതൊന്നും അവൾക്ക് വേണ്ട. ഇങ്ങനെയുള്ള പെണ്ണ് അവൾ മൽഊനത്താൻ, അവൾ ശപിക്കപ്പെട്ടവളാണ്, അവൾ നരകാവകാശിയാണ്. ഹബീബ് പറഞ്ഞു, ഇല്ലാ അൻ തതൂബ ഇലല്ലാഹ്, മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്താൽ ഒഴികെ. അപ്പൊ എപ്പോഴാണോ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത്, ഇത്തരം വേണ്ടാത്തരങ്ങൾ ചെയ്തിരുന്ന പെണ്ണുങ്ങൾ ഉടനെ തന്നെ തൗബ ചെയ്ത് ഇനി ജീവിതത്തിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വെറുതെയാണോ നബി പറഞ്ഞത്, ഇത്വരഅ്തു ഫിന്നാരി ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, ഞാൻ നരകത്തിലേക്ക് നോക്കിയപ്പോ നരകത്തിലെ അധിക ആളുകളെയും എനിക്ക് പെണ്ണുങ്ങളെയാണ് കാണാൻ കഴിഞ്ഞതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ വീട് എനിക്ക് എങ്ങനെ സംസ്കരിക്കാൻ കഴിയും? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സൂറത്തുൽ വാഖിയ, ആ വാഖിയ സൂറത്ത് എല്ലാ പെണ്ണുങ്ങളെ കൊണ്ട് ഓദിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓരോരുത്തരും ചിന്തിക്കുക, എത്ര ആളിപ്പോൾ ഇത് തുടങ്ങി? കുറേ ആളുകൾ തുടങ്ങിയിട്ടുണ്ടാവും. ഭാര്യമാരോടും മക്കളോടും ഉമ്മാരോടും ഒക്കെ ഓതാൻ പറഞ്ഞവരുണ്ടാകും. ഓദിപ്പിക്കണം. ഖുർആൻ ഓതുന്ന പെണ്ണായിരിക്കണം, നാണം മറക്കുന്ന പെണ്ണായിരിക്കണം, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണായിരിക്കണം. നമ്മുടെയൊക്കെ സഹോദരിമാരെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ഭർത്താവിനനുസരിക്കുന്ന പെണ്ണിനൊരു നഷ്ടവുമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അവൾക്ക് വേണ്ടി ഭൂമി ലോകത്തുള്ളതൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യും. നബി തങ്ങൾ പറഞ്ഞു, യസ്തഗ്ഫിറു ലിൽ മർഅത്തിൽ മുതിഅത്തി ലിസൗജിഹാ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിന് വേണ്ടി പൊറുക്കലിനെ തേടും. അത്വൈറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ പറക്കുന്ന പറവകൾ. വൽ ഹീതാനു ഫിൽ മാ, മത്സ്യത്തിൽ ഊളിയിട്ട് നടക്കുന്ന വെള്ളത്തിൽ ഊളിയിട്ട് നടക്കുന്ന മത്സ്യങ്ങള്. വൽ മലായികതു ഫിസ് സമാ, വാനലോകത്തുള്ള മാലാഖമാർ. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. മാ ദാമതു ഫീ റിളാ സൗജിഹാ, അവൾ അവളുടെ ഭർത്താവിന്റെ തൃപ്തി നേടുന്ന കാലത്തോളം അവരൊക്കെ ഇവൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ഒരു പെണ്ണിനുള്ള എത്ര വലിയ ഇതൊന്നും വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞ ഈ ഓഫർ ഒന്നും പിടിക്കാൻ ഒരു പെണ്ണും തയ്യാറല്ല. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, പ്ലേറ്റ് കഴുകിയാലുള്ളൊരു ഓഫർ. ഞാൻ പുറത്തു പോയതാ. നമ്മളെയൊക്കെ വീട്ടിലെ കലം കഴുകിയാലുള്ള ഓഫർ. നബി തങ്ങൾ പറഞ്ഞു, കലം കഴുകിയാൽ ആ കലം കഴുകിയ ആൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. പ്ലേറ്റ് കഴുകിക്കഴിഞ്ഞാൽ ആ പ്ലേറ്റ് പൊറുക്കലിനെ തേടും. പ്ലേറ്റ് പറയത്രേ, അഅ്തകല്ലാഹു മിനന്നാർ കമാ അഅ്തക്തിനീ മിനശ്ശൈത്വാൻ. പ്ലേറ്റ് കഴുകുന്ന പെണ്ണിനോട് പറയത്രേ, ആണ് കഴുകിയ ആണിനോട്, പെണ്ണ് കഴുകിയ പെണ്ണിനോട് പറയത്രേ, എന്നെ പിശാച്ചിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ. കാരണം അതിന്റെ ബാക്കി സൃഷ്ടങ്ങൾ ഇതിലുണ്ടായ പിശാച്ചു എന്ന് തിന്നും. അപ്പൊ പിശാച്ചിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതുപോലെ, കഴുകി വൃത്തിയാക്കിയതുപോലെ, അതിന്റെ ബാക്കി ഭാഗങ്ങൾ നീ വടിച്ചു തിന്നതുപോലെ, നീ കഴുകി വൃത്തിയാക്കിയതുപോലെ അള്ളാഹു നിന്നെ നരകത്തെ തൊട്ട് മോചിപ്പിക്കട്ടെ എന്ന് വീട്ടിലുള്ള അചേതനമായ പ്ലേറ്റുകൾ ഈ ഉമ്മക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെങ്കിൽ ഇന്നത്തെ ഉമ്മക്ക് അതും വേണ്ട, അല്ലേ? പഴയ ഉമ്മാർക്കൊക്കെ അത് ഭയങ്കര സംഭവമായിരുന്നു. ഒരു കല്യാണം ഉണ്ടെങ്കിൽ, ഒരു സൽക്കാരം ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ഭയങ്കര കിട്ടല. കുറെ പ്ലേറ്റ് കഴിയുക. ഇന്നത്തെ ഉമ്മ, ഇന്നത്തെ പെണ്ണോ, നമ്മളെയൊക്കെ ഭാര്യ ദിവസവും കടലാസ് പ്ലേറ്റ് വേണം എന്നുള്ളതാ ഭാര്യന്റെ മനസ്സിലുള്ളത്. ഒരു സൽക്കാരത്തിന്, കല്യാണമൊക്കെ ആകുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സംഗതിയാണ്. പോവട്ടെ.